ഹലോ ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ KMCTയിൽ പോവാണ് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി. പല്ലിൻ്റെ ഡോക്ടറാണ്. എൻ്റെ പല്ല് ഇതിന് മുൻപ് പല്ലടിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഓപ്പൺ ആയിപ്പോയി 5 ദിവസം മുന്നേ. അപ്പം കാണിക്കാൻ പോകാൻ നിന്നതായിരുന്നു. കോളേജിൽ നിന്ന് അടിച്ചു, അതേപോലെ ഒരു പ്രൈവറ്റിൽ പോയി അടിച്ചു. ചെറുപ്പ എന്ന് പറഞ്ഞൊരു ആശുപത്രി ഉണ്ട്, അവിടെ നിന്നും അടിച്ചു. പക്ഷേ അതൊക്കെ ഒരു കൊല്ലത്തിനടുക്ക് 3-4 പ്രാവശ്യം അടിച്ചു. അതൊക്കെ ഓപ്പൺ ആയി പോയിട്ടുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ കാണിക്കാൻ പോകാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് വീടിനടുത്തുള്ള റംലത്ത അങ്ങനെ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓലെ കൂടെ പോവാമെന്ന്. അങ്ങനെ ഞങ്ങൾ പോവാട്ടോ, മുക്കത്താട്ടോ KMCT. അവിടെ പോകാൻ വേണ്ടി ഞാൻ നോക്കുമ്പോൾ അവർ റോഡുമ്പോൾ വന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ബസ്സൊക്കെ കിട്ടി. നമ്മൾ പോയിലൊടുങ്ങി കേട്ടോ. അപ്പം ഞാൻ വെച്ച് നല്ല കാഴ്ചകളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കും കാണിച്ചു തരാം. നമ്മൾ ഈ റൂട്ടിനൊന്നും അധികം പോവാത്തതുകൊണ്ട് നല്ല എന്താ പറയുക, കാട് പോലെ ഉണ്ട്, ഫോറസ്റ്റ് ഏരിയ പോലെ. പിന്നെ അവിടെ NITയിൽ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഉണ്ട് കേട്ടോ, ഒരുപാട് കോളേജുകൾ. പിന്നെ നമുക്ക് KSRTC ബസ്സാണ് കേട്ടോ കിട്ടിയത്. അതിലാരും അധികം ആരുമൊന്നുമില്ല, ഫുൾ സീറ്റ് കാലിയാട്ടോ. അപ്പം ഒരുപാട് ബിൽഡിങ്ങുകൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുപോയി. നല്ല നല്ല കാഴ്ചകളും പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ മാത്രമേ ഞാൻ വീഡിയോ ഓണാക്കിയിട്ടുള്ളൂ കേട്ടോ. ചിലപ്പോൾ ഇതൊക്കെ എല്ലാവരും കണ്ടതായിരിക്കും. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെയല്ല, ബസ്സിലൊക്കെ ഇങ്ങനെ എപ്പോഴൊന്നും നമ്മൾ യാത്ര ചെയ്ത് പോവാറില്ല. നമ്മൾ കൂടുതൽ ഇക്കാക്കൻ്റെ കൂടെ ഒന്നെങ്കിൽ ബൈക്കിൽ അല്ലെങ്കിൽ അങ്ങനെ ലോങ്ങൊന്നും. ഇത് കുറച്ച് ലോങ്ങാണ്, ഇവിടെ അടുത്താന്ന് നമ്മൾ വിചാരിച്ചു. പക്ഷേ കുറച്ച് 1 മണിക്കൂറൊക്കെ യാത്ര തന്നെ ഉണ്ട്. അവിടെ എത്തുമ്പോഴേക്കും ഞങ്ങളൊരു 10 മണി 11 മണിയൊക്കെ, ഏകദേശം 11 മണിയൊക്കെ ആയിട്ടുണ്ട്, 10:45 ആയിട്ടുണ്ട് പോകുമ്പോൾ. അവിടെ എത്തുമ്പോഴേക്ക് തന്നെ ഈ OPൻ്റെ ടൈം അവിടെ മെഡിക്കൽ കോളേജിൻ്റെ മാതിരി അല്ല, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. ഒരു 3 മണി വരെ ഉണ്ടായിരുന്നു അവിടെ. വലിയ തിരക്കോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പം ബസ്സിലെങ്ങനെ പോയോണ്ടിരിക്കുന്നു. കുറേ കാഴ്ചകൾ കണ്ടു കേട്ടോ. നല്ല നല്ല ഫോറസ്റ്റ് ഏരിയ പോലെ ടാങ്ക് കാര്യങ്ങൾ ഒക്കെ NITൻ്റെ ഭാഗമായിട്ടുള്ള അവിടെ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് കേട്ടോ. പഠിക്കുന്ന സ്ഥാപനങ്ങൾ പല രീതിയിൽ ഒക്കെ ഉണ്ട്. പ്രത്യേകമായിട്ട് എനിക്ക് എന്താണെന്നൊന്നും അറിയില്ല, പക്ഷെ ജസ്റ്റ് ഞാനന്ന് വീഡിയോയിൽ കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ കുറേ അങ്ങനെ അങ്ങോട്ട് പോയി. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഈ വർഷം മോണിറ്റൈസ് ആവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് നമ്മൾ കട്ടാങ്ങൽ എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ, അങ്ങാടിയാണ് കാണുന്നത്. നമ്മൾ പെട്ടെന്ന് തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ മണാശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ബസ് ഇറങ്ങിയത്. അവിടെ നിന്ന് നമുക്കൊരു ഓട്ടോ കിട്ടി. ഓട്ടോയിലാണ് അവിടെ അടുത്ത് തന്നെയാണ് KMCT. പക്ഷേ KMCTൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ദൂരം അങ്ങോട്ട് പോവാണ്ട്. നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. മരങ്ങളൊക്കെ പിടിപ്പിച്ച്, അതേപോലെ തന്നെ നല്ല നല്ല ബിൽഡിങ്ങുകൾ, കുറേ പഠിക്കുന്ന പല കോളേജുകളുണ്ട് കേട്ടോ. അവിടെ പഠിക്കാൻ കുട്ടികളെ പഠിക്കുന്ന സ്ഥാപനങ്ങൾ പലതും ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഗവൺമെൻറ്റും പ്രൈവറ്റും കൂടി ഉള്ള, മാനേജ്മെൻറ്റും കൂടെ ഉള്ള ഒരു സ്ഥാപനമാണ് കേട്ടോ അത്. എനിക്ക് ഒരു അറിവ്, ഞാൻ കേട്ട അത്. അപ്പം നമ്മൾ ഓട്ടോയിലാണ് പോകുന്നത്. അപ്പോൾ അവിടെ റോഡ് പണി നടക്കുന്നുണ്ട്. അപ്പം അങ്ങോട്ട് പോകില്ല എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ അവിടെ ഇറങ്ങി. അവിടെ വലിയൊരു കുളം ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു അവിടേക്കുള്ള ആവശ്യമായിട്ടുള്ള വെള്ളം മുഴുവൻ എടുക്കുന്ന കുളമാണ്. ആ കുളം കണ്ടു. പിന്നെ ടാർ ചെയ്ത റോഡ് കണ്ടോ, അവിടെ പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ചെരുപ്പമ്മലൊക്കെ നമ്മൾ നടക്കുമ്പോൾ ആവുന്നുണ്ട് കുറേശ്ശൊക്കെ. അപ്പോൾ നമ്മളിങ്ങനെ നടന്നുകൊണ്ട് നമുക്ക് പോയ വഴി തെറ്റിപ്പോയിട്ടോ. നമുക്ക് അത്രേ അറിയുള്ളൂ, ഫസ്റ്റ് ടൈമല്ലേ പോകുന്നത്. വഴി തെറ്റി. അപ്പം ഡെൻ്റലിൻ്റെ കോളേജ് ഇവിടെ അല്ല. ഞങ്ങൾ താഴോട്ട് ഇറങ്ങിയതിന് ശേഷം കേട്ടോ ഇപ്പോൾ വീഡിയോ പിന്നെ എടുക്കുന്നത്. അപ്പം വേറൊരാൾ പറഞ്ഞു ഇവിടെ അല്ല, അപ്പുറത്താണ്. അവിടെ നിന്ന് സെക്യൂരിറ്റിനോട് ചോദിച്ച സമയത്ത് റോഡ് പണിയൊക്കെ നടക്കുന്നുള്ളതുകൊണ്ട് നമ്മൾ അല്ലെങ്കിൽ ഓട്ടോ ഇവിടെ വരെ ചിലപ്പോൾ നിർത്തി തരിക തന്നെയായിരിക്കും. 40 രൂപ ആയിട്ടോ ഓട്ടോക്ക്. അവിടെ നിന്ന് ഇങ്ങോട്ട് മണാശ്ശേരി അവിടെ ഇറങ്ങിയിട്ട് ഇങ്ങോട്ട്. അപ്പം ഇവിടെ നല്ല
നല്ല സ്ഥലം കേട്ടോ, നല്ല വൃത്തിയായിട്ട് നല്ല ക്ലീനായിട്ട് നീറ്റായിട്ട് ഉണ്ട് കേട്ടോ. നല്ല വൃത്തിയുണ്ട്, കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലം. ഇത് കുട്ടികളെയും അതേപോലെ തന്നെ പ്രഗ്നൻറ്റ് ലേഡീസിൻ്റെയും ഹോസ്പിറ്റലാണ് കേട്ടോ അപ്പുറത്ത് കാണിച്ചത്. അപ്പോൾ നമ്മളെ ഡെൻ്റലിൻ്റെ ഹോസ്പിറ്റൽ കണ്ടുപോയ ബിൽഡിംഗ് കാണുന്ന ബിൽഡിങ്ങാണ് നേരെ ഉള്ളത്. ഇപ്പം ഇവിടെ വെള്ളം ചാടുന്ന ഇതൊക്കെ ഉണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. നമ്മൾ വലിയ ഹോട്ടലുകളിലും ഒക്കെ പോകില്ലേ, നമ്മൾ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ പോകുന്ന അതേ ഒരു ഇതിലാണ്. നല്ല ഭംഗിയായിട്ട് അല്ലെങ്കിൽ ഇതാക്കിയിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് നേരമൊക്കെ കണ്ട്, നല്ല വെയിലുള്ള സമയം കേട്ടോ നമ്മളവിടെ എത്തുന്നത്. ഉച്ച സമയം 12 മണി, ഏകദേശം 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അവിടെ നോക്കുമ്പോൾ ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ കുറച്ച് ഫാസ്റ്റ് ആക്കിയിട്ടാണ് കേട്ടോ അത് വീഡിയോ ഇതാക്കിയിട്ടുള്ള. അവിടെ അന്വേഷിച്ചപ്പോൾ OP ഷീറ്റ് എടുക്കുന്ന സ്ഥലം ഇവിടെ അല്ല, ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടായിരിക്കും ഇവിടെ അല്ലാന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ പിന്നെ താഴോട്ട് പോയി, അതിൻ്റെ അപ്പുറത്തുള്ള ബിൽഡിങ്ങിലാണ് OP ഷീറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ പോയി, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനുണ്ട് കേട്ടോ. അവിടെ എത്തിയതിന് ശേഷം അവിടെ ചോദിച്ചു, അവിടെ നമുക്ക് ഫോം തരും. ആ ഫോം ഫില്ല് ചെയ്തിട്ട് അവിടെ ഏൽപ്പിച്ചാൽ, ഞാൻ ഫോം ഫില്ല് ചെയ്തു. വേറെ 2-3 പേർക്ക് നമ്മളെ താത്തയും മോനും കേട്ടോ, അവരെ കൂടെയാണ് നമ്മൾ വന്നത്. അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല, ജസ്റ്റ് അങ്ങനെ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്ത് പോസ്റ്റായിട്ട് ഇരിക്കട്ടെ, നമ്മളെ വിളിക്കുമെന്ന് അറിഞ്ഞു. അപ്പം ഇങ്ങനെ ഇരുന്ന് കുറച്ച് നേരമായി നമ്മളവിടെ ഇരുന്ന് കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ എനിക്ക് തലവേദന ഉണ്ടല്ലോ, മൈഗ്രെയിൻ്റെ തലവേദന ആണ്. അപ്പം ഞാൻ വിചാരിച്ചു അവിടെ തന്നെ വേറെ ഡോക്ടർമാരൊക്കെ ഉണ്ട്, അവിടെ പോയി കാണിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ഇവിടെ വെയിറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ, അത് ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ടെൻഷൻ അടിക്കാതിരുന്നാൽ മതി, മാറിക്കോളും. ഇവിടെ നമ്മൾ എക്സ്റേ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മോനിക്ക് 2 എക്സ്റേ വേണം, എനിക്കൊരു എക്സ്റേ, അങ്ങനെ രണ്ടാൾക്കും എക്സ്റേ എടുത്തിട്ട് പുറത്ത് 20 മിനിറ്റ് വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. ഇവിടെ ഒന്നും തിരക്കൊന്നുമില്ല, ചിലപ്പോൾ ലേറ്റ് ആയിട്ടായിരിക്കും, 12 മണി കഴിഞ്ഞല്ലോ. അപ്പം നമ്മൾ പുറത്തിങ്ങനെ കുറച്ച് നേരം അങ്ങനെ ഇരുന്നു. ഇവിടെ അങ്ങനെ ബോറടിക്കുന്നൊന്നുമില്ല. ചില സ്ഥലത്തൊക്കെ പോയാൽ ഭയങ്കര നീറ്റാണ്, ക്ലീനാണ്, നല്ല വൃത്തിയുള്ള സ്ഥലമാണ് കേട്ടോ. നല്ല അടിപൊളി സ്ഥലമാണ്. ഹോസ്പിറ്റലിൻ്റെ ഒരു സ്മെല്ലോ കാര്യങ്ങളോ അതൊന്നുമില്ല കേട്ടോ. നല്ല വൃത്തി, നല്ല ക്ലീൻ ആയിട്ടുള്ള സ്ഥലം. നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഭക്ഷണം കഴിക്കണമൊക്കെ നേരെ അയക്കണേ, നമ്മൾ പോയി പിന്നെ എപ്പോഴാണ് ഭക്ഷണം കഴിച്ചാൽ 4 മണിക്കാണ് നമ്മളൊന്ന് ഫ്രീ ആവണത് അവിടെ നിന്ന് തന്നെ. ഇപ്പം അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ചെറിയൊരു കടിയും ചായയും കുടിച്ചു കേട്ടോ. എക്സ്റേ എടുത്ത് കഴിഞ്ഞതിന് ശേഷം മോനെയും കൊണ്ട് മോൻ്റെ ഡോക്ടറെ അടുത്ത് പോയി ഫസ്റ്റ് തന്നെ. അപ്പോൾ അവന് ഒന്ന് റൂട്ട് കനാൽ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ വേറെ ഒരു പല്ലിനൂടെ കേടുണ്ടായിരുന്നു, അത് 2 ഭാഗവും കേടല്ല, വേദനയുള്ള ഭാഗത്തൊരു കേടും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ എക്സ്റേ എടുത്ത് നോക്കാൻ പറഞ്ഞു. എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ അതിലൊരു കുഴപ്പവും കാണുന്നില്ല കേട്ടോ. അപ്പോൾ ഒരു പല്ലിനാണ് പ്രശ്നം, അതിന് ഡേറ്റ് തന്നിട്ടുണ്ട്. ഫെബ്രുവരി 8-ാം തീയതി ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം അന്ന് പോകണം. നല്ല ഡോക്ടർമാരായിരുന്നു കേട്ടോ. നമ്മളെ നോക്കിയതൊക്കെ നല്ല പെരുമാറ്റം, നല്ല സ്നേഹമൊക്കെ ഉള്ള നല്ല ഡോക്ടേഴ്സായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, അത്രയും കുറച്ച് ലോങ്ങാണ് പോയത്, എങ്കിലും ഒരു സന്തോഷം. അങ്ങനെ തിരക്കൊന്നുമില്ല കേട്ടോ. അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലൊക്കെ പോയാൽ തിരക്കോട് തിരക്കാണ്. നമ്മൾ നല്ല ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്ന ഡോക്ടർ നമ്മളെ യൂട്യൂബ് ചാനലിനെ പറ്റിയൊക്കെ ചോദിച്ചു. എനിക്കൊന്ന് ആഷിക അങ്ങനെ എന്തോ ആണ് പേര്, അർഷിക അങ്ങനെ എന്തോ ഒരു പേരാണ്, ഏല് തുടങ്ങുന്ന ഒരു പേരാട്ടോ. നമ്മളോട് സംസാരിച്ച് മോനിക്ക് 2 എക്സ്റേ എടുത്തിട്ടുണ്ട്, 2 എക്സ്റേ ആട്ടോ കാണിക്കണേ. അതിനെപ്പറ്റി എന്തോ സംസാരിക്കുകയാണ്. പിന്നെ അങ്ങനെ നമ്മൾ അവിടെ ഇങ്ങനെ എന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അവൻ്റെ പേര് വിളിച്ചിട്ടില്ല. അപ്പം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മോൻ പറഞ്ഞു ബാൽക്കണിയിൽ നല്ല വ്യൂ ഉണ്ടമ്മ, ഒന്ന് വന്ന് നോക്ക് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അത് കണ്ടപ്പം ഞാൻ വ്യൂ ഒക്കെ കാണിച്ചാണ്, പക്ഷെ ഫോണ് കണ്ടില്ല തോന്നുന്നു, ഞാൻ കണ്ടായിരിക്കും. നോക്കുമ്പോൾ ഇപ്പം വീഡിയോ എഡിറ്റ് ചെയ്യാൻ എടുത്ത് നോക്കുമ്പോൾ അതിൽ ഞാൻ കണ്ട വ്യൂ ഒന്നും കാണുന്നില്ല. അവിടെ മറ്റേ ജിമ്മ് എക്സസൈസൊക്കെ ചെയ്യാനുള്ള എക്യുപ്മെൻറ്റ്സൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു അവിടെ ഹോസ്റ്റലാണ്, കുട്ടികൾ ഡോക്ടേഴ്സൊക്കെ പഠിക്കുന്ന ഹോസ്റ്റലാണ്. അപ്പോൾ അവർക്ക് എക്സസൈസ് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള എല്ലാ സംവിധാനവും ഉണ്ട്.
അപ്പം ഒരു ഗാർഡൻ പോലെ നല്ല രസമുണ്ട് കേട്ടോ. അപ്പം മോന് അവിടെ പോയിട്ട് താഴത്തൂടെ ഇറങ്ങിപ്പോയി. ഞാൻ 2ാം നിലയെന്നോ 3ാം നിലയെന്നോ കേട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അവന് അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് അവിടുന്ന് ഓരോരോ സാധനത്തിന്മേലൊക്കെ ഇരുന്നിട്ട് അവൻ ഓരോന്ന് ചെയ്തൊക്കെ നോക്കി. അപ്പം എനിക്ക് എതിയത്തേക്ക് പോകണമെന്നുണ്ട്, എൻ്റെ പേര് വിളിക്കാനായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ താഴെ ഇറങ്ങി പോവാത്തത്. 2-3 നില താഴെയല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങിപ്പോയിട്ട് കാണിക്കാഞ്ഞത് കേട്ടോ. എത്രയും ലോങ് വീഡിയോ എടുത്ത് കാണിച്ചല്ലോ എന്ന് വിചാരിക്കൂലേ, അതുകൊണ്ട് പറഞ്ഞ. എനിക്ക് കുറച്ച് നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്, എൻ്റെ കാലിന് കുറച്ച് വേദന ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ കയറി നടക്കുക. ഞാൻ കുറച്ചൊക്കെ ലിഫ്റ്റിലാണ് പോയത്, പിന്നെ നടക്കേണ്ടി വന്നാൽ നടക്കല്ലേ, എന്ത് ചെയ്യാനാ. അപ്പം റംലത്താത്ത കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ വന്നത്. മോൻ്റേത് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അതിനുള്ള മോനക്ക് പല്ലുവേദന ആയിട്ട് 2-3 ദിവസം സ്കൂളിലൊന്നും പോവാതിരുന്നായിരുന്നേ. അപ്പോൾ അവിടെ പോയൊക്കെ വന്നപ്പോൾ ഇവിടെ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഡോക്ടർ എടുക്കൂലെന്ന്, ഡോക്ടറല്ല പുറത്തുള്ള ആൾ പറഞ്ഞു എടുക്കൂല. പിന്നെ ഡോക്ടറോട് സംസാരിച്ചു, ആ വൈറ്റ് ചുരിദാറിട്ട ഡോക്ടറോട് സംസാരിച്ചതിന് ശേഷം ഡോക്ടർ പറഞ്ഞു അങ്ങനെ കയറ്റിട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു. ആ ഡോക്ടർമാരൊക്കെ നല്ല സൂപ്പർ ഡോക്ടർമാരാണ് കേട്ടോ. നല്ല ഒരു എന്താ പറയുക, നല്ല സ്നേഹവും നല്ല കെയറിങ്ങും നല്ല രീതിയിൽ പരിശോധിക്കുകയും നല്ല എന്താ പറയുക, അങ്ങനെ നല്ല ഒരു ഇതായിരുന്നു. ഞങ്ങൾ തിരിച്ചു പോകുന്ന വീഡിയോ ആണ്. ഞങ്ങൾ മാവൂരെത്തി. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു, ബൈ.